വളരെക്കാലം മുമ്പ് സമൃദ്ധിയും ദാരിദ്ര്യവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ മനുഷ്യപ്രവർത്തനങ്ങളുടെ സൂക്ഷ്മമായ നൂലുകളിൽ നിലനിന്നിരുന്ന ഒരു കാലത്ത് കുന്നുകളും ഇടതൂർന്ന വനങ്ങളും വളഞ്ഞുപുളഞ്ഞ നദികളും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് സമൃദ്ധിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയായിരുന്നു അത്. വയലുകൾ സ്വർണ്ണ വിളവെടുപ്പ് നൽകി, നദികൾ ശുദ്ധമായ ഒഴുകുന്ന വെള്ളത്താൽ പാടുന്നു, ആളുകൾ ഐക്യത്തോടെ ജീവിക്കുന്നു, അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായിരുന്നു. എന്നാൽ വർഷങ്ങൾ കടന്നുപോകുമ്പോൾ അത്യാഗ്രഹം വെളിച്ചത്തെ വിഴുങ്ങുന്ന നിഴൽ പോലെ അവരുടെ ഹൃദയങ്ങളിലേക്ക് നിശബ്ദമായി കടന്നുവന്നു. അയൽക്കാർ അതിരുകളെ ചൊല്ലി പോരാടാൻ തുടങ്ങി, കുടുംബങ്ങൾ പങ്കിടാതെ സമ്പത്ത് ശേഖരിച്ചു. സത്യം ആരും സംരക്ഷിക്കാൻ ശ്രദ്ധിക്കാത്ത ഒരു അപൂർവ നിധിയായി മാറി. പതുക്കെ, ആരും തിരിച്ചറിയാതെ, ലക്ഷ്മി ദേവിയുടെ ദിവ്യശക്തി അവരുടെ ഗ്രാമത്തിൽ നിന്ന് മങ്ങാൻ തുടങ്ങി. ഒരിക്കൽ ഫലഭൂയിഷ്ടമായ ഭൂമികൾ വരണ്ടതും വിണ്ടുകീറിയതുമായി മാറി, നദികൾ നേർത്ത അരുവികളായി ചുരുങ്ങി, എല്ലാ വീടുകളിലും നിർഭാഗ്യം വീണു. ആ ഇരുണ്ട കാലത്ത് ദേവിക എന്ന ഒരു എളിമയുള്ള സ്ത്രീ ജീവിച്ചിരുന്നു. സ്വന്തമായി പറയാൻ വളരെ കുറച്ചു മാത്രമുണ്ടായിരുന്ന ഒരു വിധവയായിരുന്നു അവൾ. പക്ഷേ നിരാശ ഒരിക്കലും അവളുടെ ആത്മാവിനെ ഇരുണ്ടതാക്കാൻ അവൾ അനുവദിച്ചില്ല. എല്ലാ പ്രഭാതത്തിലും അവൾ തന്റെ എളിമയുള്ള വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ പ്രതിച്ഛായയ്ക്ക് മുന്നിൽ ഒരു ചെറിയ കളിമൺ വിളക്ക് കത്തിച്ച്, സമ്പത്തിനുവേണ്ടിയല്ല, സഹിക്കാനുള്ള ശക്തിക്കുവേണ്ടി നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. അവൾ ദരിദ്രയായിരുന്നെങ്കിലും അവളുടെ ഹൃദയം ദയാൽ നിറഞ്ഞിരുന്നു. അവളുടെ വീട്ടുവാതിൽക്കൽ വരുന്ന വിശക്കുന്ന കുട്ടികളുമായി അവൾ പലപ്പോഴും തന്റെ അവസാനത്തെ ഒരു പിടി അരി പങ്കിട്ടു. ഒരു വൈകുന്നേരം സൂര്യൻ ചക്രവാളത്തിൽ ആകാശത്ത് സിന്ദൂരവും സ്വർണവും വരച്ചുകൊണ്ട് അസ്തമിച്ചപ്പോൾ ദേവിക തന്റെ വിളക്കിനടുത്തിരുന്ന് മൃദുവായി കരഞ്ഞു. ഓ ദിവ്യമാതാവേ, അവൾ പ്രാർത്ഥിച്ചു, ഞാൻ സ്വർണമോ രത്നങ്ങളോ ആവശ്യപ്പെടുന്നില്ല, എന്റെ ഗ്രാമം കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തമാകാൻ മാത്രം. ദയവായി ഞങ്ങളെ നിങ്ങളുടെ വെളിച്ചത്തിലേക്ക് തിരികെ നയിക്കുക. ആ നിമിഷം ഒരു വൃദ്ധമുനി അവളുടെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ലളിതമായിരുന്നു, മുടി നീളമുള്ളതും വെള്ളിനിറമുള്ളതും ചന്ദ്രപ്രകാശം പോലെയുമായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ജ്ഞാനത്താൽ തിളങ്ങി. ദേവിക പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ കുമ്പിട്ട് വെള്ളം വാഗ്ദാനം ചെയ്തു. ദയവായി, പരിശുദ്ധ, ഇവിടെ വിശ്രമിക്കൂ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുമായി പങ്കിടൂ. മഹർഷി ദയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞേ, ഞാൻ വളരെ ദൂരം സഞ്ചരിച്ചു, ഈ ഗ്രാമത്തിൽ വ്യാപിച്ച ദുഃഖം ഞാൻ കണ്ടു. ദേവി എന്തിനാണ് മുഖം തിരിച്ചു കളഞ്ഞതെന്ന് എനിക്കറിയാം. നിന്റെ ആളുകൾ പുരാതന സത്യം മറന്നുപോയി. ലക്ഷ്മി ദേവി ക്ഷേത്രങ്ങളിലോ സ്വർണ്ണ നാണയങ്ങളിലോ മാത്രമല്ല താമസിക്കുന്നത്. പരിശുദ്ധിയും കൃതജ്ഞതയും ഐക്യവും ഉള്ളിടത്താണ് അവൾ വസിക്കുന്നത്. ദേവികയുടെ കണ്ണുകൾ അത്ഭുതത്താൽ നിറഞ്ഞു. പൂജനീയ മുനി, അവളെ എങ്ങനെ തിരികെ കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് ഞങ്ങളെ പഠിപ്പിക്കാമോ? അവൾ ചോദിച്ചു. മഹർഷി പതുക്കെ തലയാട്ടി. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു രഹസ്യകഥയുണ്ട്, കേൾക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രം അറിയാം. ഈ കഥ ഭക്തിയോടെ പറയുകയും വിശ്വാസത്തോടെ കേൾക്കുകയും ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവി തന്നെ ശ്രോതാവിനെ അതിരറ്റ സമൃദ്ധിയും സന്തോഷവും നൽകി അനുഗ്രഹിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. അപ്പോഴേക്കും മഹർഷിയുടെ വാക്കുകളിൽ ജിജ്ഞാസയോടെ ഗ്രാമവാസികൾ ദേവികയുടെ വീടിന് പുറത്ത് തടിച്ചുകൂടി. അവരുടെ മുഖങ്ങൾ ക്ഷീണിതവും നിരാശയും നിറഞ്ഞതായിരുന്നു. പക്ഷേ പ്രതീക്ഷയുടെ ഒരു ചെറിയ തീപ്പൊരി അവരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചു. മഹർഷി കൈ ഉയർത്തി, ജനക്കൂട്ടത്തിൽ നിശബ്ദത പടർന്നു. ശ്രദ്ധയോടെ കേൾക്കൂ, അദ്ദേഹം പറഞ്ഞു, കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. മഹർഷി തന്റെ കഥ ആരംഭിച്ചു. ഐതിഹ്യങ്ങളുടെ കാലഘട്ടത്തിൽ ദേവന്മാരും അസുരന്മാരും അമർത്യതയുടെ അമൃതായ അമൃതം തേടി സമുദ്രങ്ങളെ കടത്തിവിട്ടു. പ്രപഞ്ചജലത്തിൽ നിന്ന് നിരവധി ദിവ്യനിധികൾ ഉയർന്നുവന്നു. അവരിൽ 1000 സൂര്യന്മാരെപ്പോലെ പ്രകാശമുള്ള ഒരു വിരിഞ്ഞ താമരയിൽ ഇരിക്കുന്ന ലക്ഷ്മി ദേവിയും ഉണ്ടായിരുന്നു. അവളുടെ സൗന്ദര്യത്തിന് സമാനതകളില്ല. അവളുടെ പുഞ്ചിരി സമൃദ്ധി വാഗ്ദാനം ചെയ്തു. അവളുടെ സാന്നിധ്യം തന്നെ സ്വർഗ്ഗത്തെ ആനന്ദത്താൽ നിറച്ചു. എല്ലാ ദേവന്മാരും അസുരന്മാരും അവളെ ആഗ്രഹിച്ചു, കാരണം അവൾ ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും മൂർത്തീഭാവമായിരുന്നു. എന്നാൽ ലക്ഷ്മി ദേവി അന്ധമായി തിരഞ്ഞെടുത്തില്ല. അവൾ ലോകത്തെ പരിശോധിച്ച് പ്രഖ്യാപിച്ചു, സത്യം സംസാരിക്കുന്നിടത്ത്, ആളുകൾ ദയോടെ പ്രവർത്തിക്കുന്നിടത്ത്, അത്യാഗ്രഹത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും മുക്തമായ ഹൃദയങ്ങൾ ഉള്ളിടത്ത് മാത്രമേ ഞാൻ വസിക്കൂ. കാരണം പുണ്യമില്ലാത്ത സമ്പത്ത് അതിന്റെ ഉടമയെ നശിപ്പിക്കുന്ന ഒരു ശാപമാണ്. ഈ വാക്കുകളോടെ ധർമ്മം ഉയർത്തിപ്പിടിക്കുകയും സത്യസന്ധതയില്ലായ്മയും സ്വാർത്ഥതയും കളങ്കപ്പെടുത്തിയ സ്ഥലങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തവരെ അവൾ അനുഗ്രഹിച്ചു. സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് കുറ്റബോധം കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ ഗ്രാമവാസികൾ ശ്രദ്ധിച്ചു. മഹർഷി തുടർന്നു, ഒരു പുണ്യനദിയുടെ സ്ഥിരമായ ഒഴുക്ക് പോലെയുള്ള ശബ്ദം. ഒരുകാലത്ത് സൂരജ് എന്ന ശക്തനായ ഒരു രാജാവ് അഹങ്കാരത്തോടെയും ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഖജനാവ് സ്വർണ്ണത്താൽ നിറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അത്യാഗ്രഹം കാരണം ജനങ്ങൾ കഷ്ടപ്പെട്ടു. കർഷകർ പട്ടിണി കിടക്കുമ്പോൾ അദ്ദേഹം ഉയർന്ന കൊട്ടാരങ്ങൾ പണിതു. അദ്ദേഹത്തിന്റെ ഭരണത്തെ ചോദ്യം ചെയ്യുന്നവരെ അദ്ദേഹം ശിക്ഷിച്ചു. ഒരു എളിമയുള്ള സ്ത്രീയുടെ വേഷം ധരിച്ച് ലക്ഷ്മി ദേവി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ എത്തി, അല്പം ഭക്ഷണത്തിനായി യാചിച്ചു. സൂരജ് ചിരിച്ചുകൊണ്ട് അവളെ ഓടിച്ചു. ഇവിടെ സമ്പത്തിന്റെ ഉറവിടം നിങ്ങളല്ല, ഞാനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ആ രാത്രിയിൽ ഒരു ഇരുണ്ട മേഘം അദ്ദേഹത്തിന്റെ രാജ്യത്തെ മൂടി. അദ്ദേഹത്തിന്റെ സമ്പത്ത് പൊടിയായി. സഖ്യകക്ഷികൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അദ്ദേഹം ഭക്ഷണത്തിനായി യാചിച്ചുകൊണ്ട് അലഞ്ഞു നടന്നു. അപ്പോഴാണ് സമ്പത്ത് ദൈവികമായ ഒരു സമ്മാനമാണെന്നും സൂക്ഷിച്ചുവയ്ക്കേണ്ട സ്വത്തല്ലെന്നും അയാൾക്ക് മനസ്സിലായത്. ഇതോടെ പല ഗ്രാമവാസികളും മൃദുവായി കരയാൻ തുടങ്ങി.
അവർ സ്വന്തം അസൂയയും അത്യാഗ്രഹവും ദേവിയുടെ അനുഗ്രഹങ്ങളെ അകറ്റിയെന്ന് മനസ്സിലാക്കി. മുനിയുടെ ശബ്ദം മൃദുവായി. എന്നാൽ ലക്ഷ്മി ദേവി കാരുണ്യവതിയാണ്. അവൾ തന്റെ മക്കളെ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നില്ല. അവർ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് ഐക്യത്തോടെ ജീവിക്കുമ്പോൾ അവൾ തിരിച്ചുവരുന്നു. അവളെ തിരികെ ക്ഷണിക്കാൻ ഒരു പുണ്യകർമ്മമുണ്ട്. അദ്ദേഹം ഘട്ടങ്ങൾ വിശദമായി വിശദീകരിച്ചു. നവരാത്രി സമയത്ത് 9 രാത്രികളിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ വിളക്ക് കത്തിച്ചുകൊണ്ടേയിരിക്കുക. ഈ ദിവസങ്ങളിൽ സത്യം മാത്രം പറയുക. ഒരു അരിമണി പോലും. എല്ലാ ദിവസവും ആവശ്യക്കാരുമായി ഭക്ഷണം പങ്കിടുക. പുലർച്ചെ ഭക്തിയോടെ ജപിക്കുക, ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഃ. 10ാം ദിവസം ഒരു സമൂഹമായി ഒത്തുകൂടി വിശ്വാസത്തോടും ഐക്യത്തോടും കൂടി ഈ കഥ വീണ്ടും പറയുക. നിങ്ങൾ ഇത് ആത്മാർത്ഥമായി ചെയ്താൽ ദേവി പ്രത്യക്ഷപ്പെടും. നിങ്ങളുടെ വീടുകളിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലും. ഗ്രാമവാസികൾ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശം പിന്തുടരുമെന്ന് വാഗ്ദാനം ചെയ്തു. ദൈവിക നേതൃത്വം നൽകി വിളക്ക് കത്തിക്കുകയും തനിക്കുള്ള ചെറിയ തുക പങ്കിടുകയും ചെയ്തു. പതുക്കെ മറ്റുള്ളവർ മാറാൻ തുടങ്ങി. ഒരിക്കൽ ഭൂമിക്കുവേണ്ടി പോരാടിയ കുടുംബങ്ങൾ ഇപ്പോൾ തകർന്ന വീടുകൾ നന്നാക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഭക്ഷണം ഒളിപ്പിച്ചുവെച്ചിരുന്നവർ അത് വിശക്കുന്നവർക്ക് സൗജന്യമായി നൽകി. കുട്ടികളുടെ ചിരി തെരുവുകളിലേക്ക് മടങ്ങി. ഒരിക്കൽ ഇരുട്ടും തണുപ്പുമുള്ള ഗ്രാമം കാരുണ്യത്തിന്റെയും സത്യത്തിന്റെയും ഊഷ്മളമായ വെളിച്ചത്താൽ തിളങ്ങി. 10ാം ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുകയും സ്വർണ്ണവെളിച്ചം കുന്നുകളിൽ വ്യാപിക്കുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായ എന്തോ ഒന്ന് സംഭവിച്ചു. വരണ്ട നദീതടം വീണ്ടും ഒഴുകാൻ തുടങ്ങി. അതിലെ വെള്ളം വ്യക്തവും തിളക്കവുമുള്ളതായിരുന്നു. വിണ്ടുകീറിയ ഭൂമി മൃദുവായി. പച്ചധാന്യക്കൊമ്പുകൾ മുളച്ചു. പക്ഷികൾ ആകാശം നിറയെ സന്തോഷത്തോടെ പാടി. മൃദുവും ദിവ്യവുമായ ഒരു സുഗന്ധം വായുവിൽ നിറഞ്ഞപ്പോൾ ഗ്രാമവാസികൾ നന്ദിയാൽ മതിമറന്നു മുട്ടുകുത്തി. അവളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ലക്ഷ്മി ദേവിയുടെ അനിഷേധ്യമായ സാന്നിധ്യം അവർക്കനുഭവപ്പെട്ടു. അവർ ഓരോ വീടിനെയും അനുഗ്രഹിച്ചു. മുനി പുഞ്ചിരിച്ചു. തന്റെ ദൗത്യം പൂർത്തിയായി. ഓർക്കുക, അദ്ദേഹം പറഞ്ഞു, സമൃദ്ധി സ്വർണവും വെള്ളിയും മാത്രമല്ല, അത് ഐക്യവും ഔദാര്യവും സത്യവുമാണ്. നിങ്ങൾ ഇവ ജീവനോടെ നിലനിർത്തുകയാണെങ്കിൽ ദേവി ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല. അതോടെ പ്രഭാത സൂര്യനിൽ മൂടൽമഞ്ഞു പോലെ അദ്ദേഹം അപ്രത്യക്ഷനായി ജ്ഞാനത്തിന്റെ ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചു. ആ ദിവസം മുതൽ ഗ്രാമം അഭിവൃദ്ധി പ്രാപിച്ചു. ദേവിക തന്റെ ശേഷിച്ച വർഷങ്ങൾ സ്നേഹനിധിയായ ഒരു സമൂഹത്താൽ ചുറ്റപ്പെട്ട് സമാധാനത്തോടെ ജീവിച്ചു. എല്ലാ വർഷവും നവരാത്രിയിൽ ഗ്രാമവാസികൾ മഹർഷി പറഞ്ഞതുപോലെ തന്നെ കഥ ആവർത്തിച്ചു പറഞ്ഞു. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങളുടെ വെളിച്ചം ഒരിക്കലും മങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. അതിനാൽ പ്രിയ ശ്രോതാവേ, ഈ കഥ വെറും ഭൂതകാലത്തിന്റെ ഒരു കഥയല്ല, ഇത് ഒരു ജീവിക്കുന്ന സത്യമാണ്. ശുദ്ധമായ ഹൃദയത്തോടെ നിങ്ങൾ ഈ വാക്കുകൾ കേട്ട് അവ അനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്കും അനന്തമായ സമ്പത്തും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ കഴിയും. ഒരു വിളക്ക് കത്തിക്കുക, സത്യം പറയുക, ആവശ്യമുള്ളവരുമായി പങ്കിടുക, നന്ദിയോടെ ദേവിയെ വിളിക്കുക. കാരണം പരിശുദ്ധിയും ഭക്തിയും ഉള്ളിടത്ത് ലക്ഷ്മി ദേവി വസിക്കുന്നു, സങ്കൽപ്പിക്കാനാവാത്ത സമൃദ്ധി നൽകുന്നു.